അപ്പോൾ ഈ സെൻഡർ എന്ന് പറയുന്ന ഒരാൾ എന്താ ചെയ്യുന്നത്? സെൻഡർ എന്താ ചെയ്യുക? ഒരു റിക്വസ്റ്റ് അയക്കുന്നു അല്ലേ, അല്ലെങ്കിൽ ഒരു URL അയക്കുന്നു. ഒരു URL അല്ലെങ്കിൽ നമ്മൾ ഒരു സെൻറ്റർ എന്തെങ്കിലും ഒരു മെസ്സേജ് അയച്ചാൽ അതിൻ്റെ ഡെസ്റ്റിനേഷൻ നോക്കിയിട്ട് അത് റെസിപ്പിയൻറ്റിന് കിട്ടുന്നു. അതൊരു പ്രോട്ടോക്കോളിൻ്റെ അണ്ടറിലായിരിക്കും പോവുക. ഒരു TCP IP എന്നൊക്കെ പറയുന്ന ഓരോ പ്രോട്ടോക്കോൾസ് അനുസരിച്ചിട്ടായിരിക്കും ആ ഒരു മെസ്സേജസ് ഒരു കമ്മ്യൂണിക്കേഷൻ മീഡിയം വഴി അപ്പുറത്തെത്തുന്നത്. അതുപോലെ തന്നെ വേറെ ടൈപ്പ് കമ്മ്യൂണിക്കേഷനും വരുന്നുണ്ട്. നമ്മൾ ഇങ്ങനെ വെബ് പേജസിനൊക്കെ വേണ്ടിയിട്ട് റിക്വസ്റ്റ് അയക്കില്ലേ, URLs ഒക്കെ ടൈപ്പ് ചെയ്ത് നമുക്ക് റിസൾട്ട് വെബ് പേജൊക്കെ കിട്ടുന്നത്, അതും എന്താണ്? ഒരു കമ്മ്യൂണിക്കേഷൻ തന്നെയാണ്. ഇപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ സെർച്ചൊക്കെ ചെയ്യണില്ലേ, സെർച്ച് ചെയ്യുമ്പോൾ എന്താ, നമ്മളൊരു ഇന്ന കാര്യം സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ വെബ് പേജ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതും എന്താണ്? ഒരു കമ്മ്യൂണിക്കേഷനാണ്. നമ്മളൊരു സെൻറ്റർ ഒരു റിക്വസ്റ്റ് അയക്കുന്നു, അത് അപ്പുറത്തൊരാൾ റിസീവ് ചെയ്ത് അതിൻ്റെ റെസ്പോൺസ് അയച്ചു തരുന്നതാണ് നമ്മൾ വെബ് പേജൊക്കെ ആയിട്ട് കാണുന്നത്. അപ്പോൾ അതാണ് ഈ ഒരു ഡയഗ്രാം ഫിഗർ 4.1 പറയണത്. ഈ 4.1 എന്താ പറയുന്നത്? റൂട്ടിംഗ് ഓഫ് എ ഡാറ്റ പാക്കേജ് ഫ്രം എ സെൻറ്റർ ടു എ റെസിപ്പിയൻറ്റ്. അതായത് ഒരു സെൻറ്റർ ഒരു ഡാറ്റ അപ്പുറത്തൊരു റെസിപ്പിയൻറ്റിന് അയക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഡാറ്റേനെ ഇങ്ങനെ ഡാറ്റ പാക്കറ്റ്സ് ഒക്കെ ആയിട്ടായിരിക്കും അപ്പുറത്തെ ഡെസ്റ്റിനേഷനിലേക്ക് എത്തിക്കുക. അപ്പോൾ ഇതാണ് കമ്മ്യൂണിക്കേഷൻ ഓൺ ദി വെബിൽ പറയാനുള്ളത്. പിന്നെ വെബിലുള്ള കമ്മ്യൂണിക്കേഷൻസ് രണ്ടെണ്ണമായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ക്ലയൻറ്റ് ടു വെബ് സെർവർ കമ്മ്യൂണിക്കേഷനും, രണ്ട് വെബ് സെർവർ ടു വെബ് സെർവർ കമ്മ്യൂണിക്കേഷനും. ഇമ്പോർട്ടൻ്റ് ആണ് കമ്മ്യൂണിക്കേഷൻ ഓൺ ദി വെബ്. കമ്മ്യൂണിക്കേഷൻസ് രണ്ട് ടൈപ്പിലുണ്ട്. ക്ലയൻറ്റ് ടു വെബ് സെർവർ കമ്മ്യൂണിക്കേഷനും വെബ് സെർവർ ടു വെബ് സെർവർ കമ്മ്യൂണിക്കേഷൻ. എന്താണ് ക്ലയൻറ്റ് ടു വെബ് സെർവർ കമ്മ്യൂണിക്കേഷൻ? എന്താ, പേര് പോലെ തന്നെ ഒരു ക്ലയൻറ്റും ഒരു വെബ് സെർവറും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനാണ് ക്ലയൻറ്റ് ടു വെബ് സെർവർ കമ്മ്യൂണിക്കേഷൻ. ക്ലയൻറ്റ് ടു വെബ് സെർവർ എന്ന് വെച്ചാൽ എന്താ? അപ്പോൾ എന്താണ് ക്ലയൻറ്റ് എന്നും എന്താണ് വെബ് സെർവർ എന്നും അറിയണം. ക്ലയൻറ്റ് എന്ന് വെച്ചാൽ നമ്മൾ റിക്വസ്റ്റ് അയക്കുന്ന ആൾക്കാരെയാണ് നമ്മൾ ക്ലയൻറ്റ് എന്ന് പറയാം. വെബ് സെർവർ എന്ന് വെച്ചാൽ ഈ ക്ലയൻറ്റ് അയച്ചിട്ടുള്ള റിക്വസ്റ്റിനനുസരിച്ച് റെസ്പോൺസ് കൊടുത്തുകൊണ്ടിരിക്കുന്ന ആളാണ് ഈ വെബ് സെർവർ. അതൊരു കമ്പ്യൂട്ടർ തന്നെയാണ്. ക്ലയൻറ്റും ഒരു കമ്പ്യൂട്ടറാണ്, വെബ് സെർവറും ഒരു കമ്പ്യൂട്ടറാണ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മളിപ്പോൾ ഹയർ സെക്കൻഡറി വെബ്സൈറ്റിന് സെർച്ച് ചെയ്യുകയാണ്. അപ്പോൾ അത് സെർച്ച് ചെയ്യുന്നു. ഞാൻ ഇപ്പോൾ എൻ്റെ ഒരു ഫോണിൽ അല്ലെങ്കിൽ എൻ്റെ ലാപ്പിൽ ഞാൻ സെർച്ച് ചെയ്യുകയാണ്, ഹയർ സെക്കൻഡറി വെബ്സൈറ്റ് സെർച്ച് ചെയ്യുകയാണ്. അപ്പോൾ ഈ സെർച്ച് ചെയ്യുമ്പോൾ ഈ വെബ്സൈറ്റ് ഞാൻ അടിച്ചു കൊടുത്തിട്ടുള്ള ഹയർ സെക്കൻഡറി വെബ്സൈറ്റ് എന്താ, വെബ് സെർവറിൽ പോകും. എന്നിട്ട് വെബ് സെർവറിൽ പോയിട്ട് ഇതിൻ്റെ URL മാച്ചിങ് ആയിട്ടുള്ളൊരു വെബ്സൈറ്റ്, അതായത് ഹയർ സെക്കൻഡറിയുടെ വെബ്സൈറ്റ് എടുത്തിട്ട് എനിക്ക് കൊണ്ടുവരും അല്ലേ, എനിക്ക് അതിൽ കാണാൻ പറ്റും. അപ്പോൾ ഞാൻ റിക്വസ്റ്റ് അയച്ചു, ഹയർ സെക്കൻഡറിയുടെ വെബ്സൈറ്റിന് വേണ്ടിയിട്ടുള്ള റിക്വസ്റ്റ് അയച്ചു, അത് വെബ് സെർവറിൽ പോയിട്ട് ഹയർ സെക്കൻഡറിയുടെ